നന്മ 24 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരളത്തിൽ ഒരു ഉത്സവം തന്നെയായിരുന്നു പ്രവേശനോത്സവം. സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. തൃക്കാക്കരയിൽ വളരെ വേറിട്ട ഒരു പ്രവേശനോത്സവം നടന്നു. അത് തൃക്കാക്കര നഗരസഭയുടെ MA അബൂബക്കർ മെമ്മോറിയൽ ഗവൺമെന്റ് LP സ്കൂളിലായിരുന്നു വ്യത്യസ്തമായ പ്രവേശനോത്സവം നടന്നത്. നമ്മൾ സ്കൂളുകളിലൊക്കെ ബോർഡുകൾ ഉണ്ടാകും. ആ ബോർഡിൽ അദൃശ്യമായിരുന്ന മലയാള ഭാഷയുടെ ആദ്യാക്ഷരമായ അതിന് നിറവും വർണ്ണവും കൊടുത്തുകൊണ്ടാണ് തൃക്കാക്കര MLA ഉമാ തോമസ് ഇതിൻ്റെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ പഠിച്ച സ്കൂൾ, ഞാൻ കളിച്ചു നടന്ന ഈ സ്കൂളിൻ്റെ തിരുമുറ്റം, അത് കാണുമ്പോൾ ഇപ്പോൾ ഈയൊരു നമ്മുടെ നന്മ 24 ചാനലിലൂടെ പ്രേക്ഷകരുടെ അടുത്തെത്തിക്കുമ്പോൾ തീർച്ചയായും എനിക്കും അഭിമാനമുണ്ട്. ഈ സ്കൂളിൻ്റെ, ഞാൻ പഠിച്ച സ്കൂളിൻ്റെ വളർച്ചയിൽ ഇപ്പോൾ എല്ലാ ക്ലാസ് റൂമും സ്മാർട്ട് ക്ലാസ് റൂമാണ്. അത്രത്തോളം മാറി ഈ ഒരു സ്കൂൾ. ഏതായാലും ഈ പ്രാവശ്യത്തെ പ്രവേശനോത്സവത്തിൻ്റെ മറ്റു വിവരങ്ങൾ നമുക്ക് കാണാം. നിന്ന മിനുങ്ങിനെ പിടിക്കലല്ല ജീവിതം, നിന്ന മിനുങ്ങിനെ പിടിക്കലല്ല ജീവിതം, സൂര്യനെ പിടിക്കണം, പിടിച്ചു സ്വന്തമാക്കണം. കുഞ്ഞാറ്റ കിളികളെ വരൂ വസന്തകാലമായി. നിന്ന മിനുങ്ങിനെ പിടിക്കലല്ല ജീവിതം, നിന്ന മിനുങ്ങിനെ പിടിക്കലല്ല ജീവിതം, സൂര്യനെ പിടിക്കണം, പിടിച്ചു സ്വന്തമാക്കണം. കുഞ്ഞാറ്റ കിളികളെ വരൂ വസന്തകാലമായി. നിന്ന മിനുങ്ങിനെ പിടിക്കലല്ല ജീവിതം, നിന്ന മിനുങ്ങിനെ പിടിക്കലല്ല ജീവിതം, സൂര്യനെ പിടിക്കണം, പിടിച്ചു സ്വന്തമാക്കണം. കാഴ്ചയിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. സ്കൂളിൽ വന്നപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ഇരുത്തിയിരിക്കുന്നത് ഏറ്റവും പുതിയ കസേരയിലാണ്. ഇന്നത്തെ VIPs ഇവര് തന്നെയാണ് എന്നുള്ളതാണ് നമ്മളുടെ HM പറഞ്ഞത്. അപ്പോ സാറിന്റെ ഒരു വ്യത്യസ്തമായ ചിന്തകളാണ് ഇന്ന് ഈ ആദ്യ അക്ഷരം നമ്മൾ ഉദ്ഘാടനം ചെയ്ത് തെളിയിച്ചപ്പോൾ തന്നെ അതിനൊരു പ്രത്യേകതയോടുകൂടി വളരെ നല്ല ഐഡിയ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പലപ്പോഴും ആ അക്ഷരം എഴുതാറുണ്ട്, തിരി കത്തിച്ച് ആ ഷേപ്പിലാക്കാറുണ്ട്, പല രീതിയിൽ ചെയ്യാറുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ട് ഞാനിന്ന് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണുകയാണ്. അപ്പൊ എല്ലാ രീതിയിലും വ്യത്യസ്തമായ ചിന്തകളോടുകൂടി ഈ സ്കൂളിലെ കുഞ്ഞുങ്ങളെ നയിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു HM ആണ് ഇവിടെ മുന്നിലുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും നല്ല അധ്യാപകരാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ വഴികാട്ടികളായി, നാളത്തെ വാഗ്ദാനങ്ങളായി, നമ്മളുടെ നാട്ടിലേക്ക് നയിക്കേണ്ടവരായി കൊണ്ടുവരാനായിട്ടുള്ളത് എന്നുള്ളത് ഈ സ്കൂളിന്റെ അഭിമാനമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. MLA കൊണ്ട് ഉപയോഗിച്ച് സ്കൂൾ ബസ് തരാനുള്ള എല്ലാ നടപടിയും നമ്മൾ പൂർത്തീകരിക്കും എന്ന സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നിന്ന മിനുങ്ങിനെ പിടിക്കലല്ല ജീവിതം, നിന്ന മിനുങ്ങിനെ പിടിക്കലല്ല ജീവിതം, സൂര്യനെ പിടിക്കണം, പിടിച്ചു സ്വന്തമാക്കണം. കുഞ്ഞാറ്റ കിളികളെ വരൂ വസന്തകാലമായി. മണ്ണിലാണ്. അപ്പൊ നമ്മൾ ആ മണ്ണിനെ സ്നേഹിക്കാം, മണ്ണിൽ കയറി നടക്കാം, മണ്ണിൽ കളിക്കാം, മണ്ണിനെ സ്നേഹിക്കാം, പ്രകൃതിനെ സ്നേഹിക്കാം. പ്രകൃതി
വരും തലമുറയ്ക്ക് വെള്ളം പോലും കിട്ടാതെ അവസ്ഥയാണ് വരുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു ഈ വർഷം നമ്മൾ എത്ര ചൂടനുഭവിച്ചു. അതിനൊക്കെ എത്രയോ കറണ്ടുകൾ നമുക്ക് വേണം, വൈദ്യുതി വേണമെങ്കിൽ വെള്ളം വേണം, നമ്മൾ വെള്ളം കിട്ടാതെ വേണ്ടില്ല. അപ്പൊ ഈ വെള്ളം, വൈദ്യുതി, അതുപോലെ നമുക്ക് ശുദ്ധമായി എല്ലാം ശ്രദ്ധിക്കണമെങ്കിൽ മണ്ണ് മലിനപ്പെടാതെ സൂക്ഷിക്കണം, വെള്ളം സംരക്ഷിക്കണം. നമ്മൾ ജനിക്കുമ്പോൾ ഏത് ജാതിയിൽപ്പെട്ട ഒരാളായാലും ആദ്യം കൊടുക്കുന്ന 2 തുള്ളി വെള്ളം, തേനായാലും പള്ളിയിലെ വെള്ളമായാലും എന്തായാലും. അതേപോലെ ആൾ മരിക്കുമ്പോഴും നമ്മൾ അദ്ദേഹം വാഴ ഉറക്കുമ്പോൾ ആദ്യം കൊടുക്കുന്നത് വെള്ളമാണ്. അപ്പൊ വെള്ളം അത്ര പവിത്രമാണ്, അത് നമ്മൾ മലിനപ്പെടാതിരിക്കുക. അതുപോലെ വിദ്യാഭ്യാസം, നിങ്ങൾക്കറിയാം വിദ്യാധനം ഏറ്റവും വലിയ ധനമാണ്. നമ്മുടെ സ്വന്തമായിട്ടുള്ളത് നമുക്ക് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. വേറെ എന്ത് സ്വത്ത് കാരണന്മാർ നമുക്ക് ഒരു കാര്യമില്ല. എത്ര സ്വർണ്ണ രൂപ എന്ത് കൊടുത്താലും ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. വിദ്യാഭ്യാസം നമുക്ക് ഈ ലോകം വിട്ടുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് വിദ്യാധനം സർവ്വധനാ പ്രധാനം. അപ്പൊ നമ്മൾ വിദ്യ കഴിയുന്നതിനെ ആർജിക്കുക, അതാണ് നമ്മൾ വേണ്ടത്. എവിടെ നിന്നൊക്കെ വിദ്യ കിട്ടിയാലും അതെല്ലാം നമ്മൾ സ്വായത്തമാക്കണം. അങ്ങനെ വിദ്യ കൊണ്ട് നമുക്ക് നേടാൻ പറ്റാത്ത ഒന്നുമില്ല. അപ്പൊ വിദ്യാഭ്യാസം നല്ല രീതിയിൽ സമ്പാദിക്കുക. നമ്മുടെ അമ്മ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഗുരു നമ്മുടെ സ്കൂളിലെ മാഷാണ്, ടീച്ചറാണ്. നമ്മൾ ജനിച്ച് സംസാരശേഷി ആകുമ്പോൾ മുതൽ നമ്മളെ പഠിപ്പിക്കുന്ന ആദ്യത്തെ ഗുരു നമ്മുടെ അമ്മയാണ്. നമ്മുടെ അമ്മയുടെ സംശയം ചോദിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ സ്കൂളിലേക്ക് വരുന്നത്. അപ്പൊ മാതാപിത, ഗുരു, ദൈവം. നമ്മൾ മൂന്നാമത്തെയാണ് നമ്മുടെ ഗുരു. മാതാവും പിതാവും കഴിഞ്ഞാൽ നമ്മുടെ ഗുരുക്കന്മാരാണ് ദൈവം. നമ്മൾ കാണപ്പെടുന്ന ദൈവമാണ് ഈ 3 പേര്. മറ്റേ നമ്മൾ കാണപ്പെടാത്ത ദൈവമാണ്, വിശ്വാസമാണ്. അപ്പൊ ഈ കാണുന്ന ദൈവങ്ങളെ നമ്മൾ ദൈവമായി തന്നെ ആരാധിച്ച് മാതാപിതാക്കളെ പോലെ തന്നെ ഗുരുക്കന്മാരെ സ്നേഹിച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോവുക. നിന്ന മിനുങ്ങിനെ പിടിക്കലല്ല ജീവിതം.